നിങ്ങൾ ഒരു കാരണവശാലും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ വണ്ടി ഓടിക്കരുത്. കൃത്യമായിട്ടുള്ള അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടൊരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ആദ്യമൊക്കെ വണ്ടി ഓടിക്കാവുള്ളൂ. നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ അപകടം വരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ഇതെങ്ങനെ ഓവർകം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഡ്രൈവ് ചെയ്ത് കാണിച്ചിരുന്നത്. ഞാനിപ്പോൾ എന്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ഒരു വില്ലേജ് റോഡിലാണ്. ചെറിയൊരു കയറ്റവും നമുക്ക് മുന്നിലായിട്ടുണ്ട്. ഈ കയറ്റം നേരെ വാഹനം മുന്നോട്ട് കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇടത് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കണം. ആ ടേൺ എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ റോഡിലേക്കുള്ള ഒരു ടേൺ ആണ്. ഒപ്പം തന്നെ ആ ടേൺ എടുക്കുന്ന ആ റോഡെന്ന് പറയുന്നത് കയറ്റവുമാണ്. ഒപ്പം തന്നെ മുന്നിലേക്ക് നമുക്കൊരു വളവുമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടേൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് നഷ്ടമായി പോകും. കാരണം കയറ്റത്തോടു കൂടി ഒരു വളവിലുള്ള ടേൺ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ക്ലച്ചും ബ്രേക്കും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. ആക്സിലറേഷൻ്റെ കൺട്രോളിങ് കറക്റ്റ് ആക്കണം. ഒപ്പം തന്നെ സ്റ്റിയറിംഗ് തെറ്റാതെ നമുക്ക് കൃത്യമായിട്ടും വളവ് തിരിഞ്ഞാൽ സ്റ്റിയറിംഗ് നേരെയാക്കണം. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് ചവിട്ടി ഞാൻ ഇതേ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് കയറ്റമായതുകൊണ്ട് ഇതേ ബ്രേക്കിൽ ചവിട്ടി പിടിച്ച് ആദ്യം ഞാൻ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്തു. പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് പതിയെ ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കി. പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിലാണ്. അപ്പം എന്റെ വണ്ടി ഹാഫ് ക്ലച്ച് നിപ്പുണ്ട്. എന്നിട്ട് പതിയെ ഞാൻ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് എന്റെ വണ്ടി എന്ത് ചെയ്യുന്നു, മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, പതിയെ ആക്സിലറേഷൻ കൊടുത്ത് മുന്നോട്ട് എടുക്കുന്നു. എന്നിട്ട് ഇടത് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുകയാണ്. ഇത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. എന്റെ വാഹനവും റോഡിന്റെ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്ക്, ഇടത് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗത്തേക്കാണ് ടേൺ എടുക്കേണ്ടത്. ഇവിടെ വന്ന് ഞാൻ എന്റെ വാഹനം ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഒന്ന് നിർത്തി. ഇപ്പൊ ഇടത് സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ചവിട്ടി നിർത്തി. എന്നിട്ട് അടുത്ത ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുകയാണ്. ബാലൻസ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് ആയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ ഞാൻ കൊടുത്തു. എന്നിട്ട് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തുകൊണ്ട്, അതായത് ആക്സിലറേഷൻ കൊടുക്കുകയും ഹാഫ് ക്ലച്ചിൽ നിന്നും അയച്ചുകൊണ്ട് ഞാൻ ഇത് ചെയ്തു, എന്റെ ടേൺ ഇത് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ എടുത്തു വരുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് അയച്ച് സ്റ്റിയറിംഗ് നേരെയാക്കി. ഇപ്പൊ എന്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിലും ആക്സിലറേഷനും ആയതുകൊണ്ട് എന്റെ വാഹനത്തെ ബ്രേക്കിന്റെ സഹായമില്ലാതെ ഞാൻ ക്ലച്ചിലും ആക്സിലറേഷനും എന്റെ വണ്ടിയെ കൺട്രോൾ ചെയ്താണ് ഇപ്പൊ ഇവിടെ നിർത്തിയേക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ക്ലച്ചിലും ആക്സിലറേഷനും നിങ്ങളുടെ വണ്ടിയെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കയറ്റത്തോട് കൂടി ഒരു വളവ് ടേൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇതുകൊണ്ട് തിരിഞ്ഞ് ഇടത് സൈഡിലേക്ക് പോകാൻ പാടില്ല, അങ്ങോട്ട് പോകാതെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതിയെ അയച്ചപ്പോൾ എന്ത് ചെയ്തു, എന്റെ വണ്ടി എനിക്ക് നേരെ മുന്നോട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു.